മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ദിസ് ഇസ് നോട്ട് യുവർ യൂഷ്വൽ ടെക് റിവ്യൂ ചാനൽ. ഒരുപാട് പ്രോഡക്ട്സ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം വാരി വലിച്ച് പറഞ്ഞ് നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങൂ, ഗംഭീരമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമല്ല. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സും പിന്നെ ചില പ്രോഡക്ട്സിൻ്റെ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് ഇത് കൊള്ളായിരിക്കും എന്ന് പറയുന്ന ചെറിയ ചെറിയ ടോക്കുകളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ ടെക് റിവ്യൂവേഴ്സ് രണ്ട് ടൈപ്പാണ്. ഒന്ന്, കമ്പനികൾ അയച്ചു കൊടുക്കുന്ന പ്രോഡക്ട്സ് വെച്ചിട്ട് അതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പണ്ടൊരു ടെക് റിവ്യൂവർ ആവാൻ ആഗ്രഹിച്ച മറ്റേ ഗീക്കി രഞ്ജിത്തിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ടൈമാണ്, 2010-11 സമയം. അപ്പോൾ ഒരു ടെക് റിവ്യൂവർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം ഫ്രീ ആയിട്ട് കമ്പനികൾ മൊബൈൽ ഫോണുകൾ അയച്ചു തരുമല്ലോ, അതൊക്കെ ഒന്ന് ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് നടന്നില്ല. പിന്നെ വേറെ പല ഉദ്ദേശങ്ങളിലേക്കൊക്കെ അത് മാറുകയുണ്ടായി. അങ്ങനെ ഈ പ്രൊഡക്റ്റ് കിട്ടിയിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു എംബാർഗോ പീരീഡ് ഉണ്ടാകും. അതായത് പ്രൊഡക്റ്റ് അവർ അയച്ചു തരും, നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, പക്ഷേ ഇന്ന ഡേറ്റിന് ശേഷമേ പറയാവൂ. അതുവരെ പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ. ചില ആളുകൾ പോസിറ്റീവ്സ് മാത്രമേ പറയാൻ പാടുള്ളൂ. അവർക്ക് വീഡിയോ അയച്ചു കൊടുത്ത് വെരിഫൈ ചെയ്തിട്ട് കമ്പനി അപ്രൂവ് ചെയ്യുമ്പോഴേ നമുക്ക് റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതല്ലാതെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. നമ്മുടെ ഷസാമൊക്കെ വളരെയധികം പോപ്പുലർ ആവുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ്. സാധനം കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്ത് നെഗറ്റീവ് പറയാനും ഒരുത്തന്നെ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിശ്വാസ്യത ആർജിക്കുന്ന റിവ്യൂവേഴ്സ് ഉണ്ട്. മൂന്നാമത് ഒരു കൂട്ടർ, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നാണ് തോന്നുന്നത്, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിക്കില്ല, പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് റിവ്യൂസും കയറി ഇറങ്ങി നോക്കും. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാൻ വരാൻ സാധ്യതയുള്ളൂ. അതായത് ഐഫോണിനെ കുറിച്ച് ആധികാരികമായി കമൻറ്റ് ചെയ്യാൻ പോകുന്ന ചില ആളുകൾ ചിലപ്പോൾ ഐഫോൺ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അവർ പറയുന്നതിൽ പലപ്പോഴും കാര്യം ഉണ്ടാകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓടി നടന്ന എല്ലാ റിവ്യൂവും കാണുകയാണ്. ഞാനിപ്പോൾ വിവോ X300 വാങ്ങുന്നതിന് മുമ്പ് S25 അൾട്ര യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് വേറെ കുറച്ച് ഫോണുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫോണിന് പാരലായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫോൺസിൻ്റെ എല്ലാ റിവ്യൂ ഞാൻ നോക്കിയിട്ടുണ്ട്. S25ൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ മേജർ ടെക് റിവ്യൂവേഴ്സിൻ്റെയും, പിന്നെ അധികമൊന്നും അറിയാത്ത തായ്വാനിലും അവിടെ ഇവിടുന്നൊക്കെ ആയിട്ടുള്ള ചില ആൾക്കാരുടെ നമ്മൾ മറ്റേ ഇംഗ്ലീഷ് ഡബ് ഉള്ളത് കൊണ്ട് പല ഭാഷക്കാരുടെ കാണാൻ പറ്റുമല്ലോ, അങ്ങനെ പല റിവ്യൂസ് ഇരുന്ന് കണ്ടു. iPhone 17ൻ്റെ ചറപറ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, വിവോയുടെ കണ്ടു, ഓപ്പോയുടെ കണ്ടു. അങ്ങനെ ഈ ഫോൺസിൻ്റെ എല്ലാ റിവ്യൂ കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്ത് കാരണം കൊണ്ടാണ് ആ ഫോണിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഫോൺ പിക്ക് ചെയ്തത് എന്നൊക്കെ പറയുന്ന ചില കാരണങ്ങളുണ്ടാവല്ലോ. അപ്പോൾ ഞാൻ ഈ പഠിച്ചതൊക്കെ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം, നിങ്ങളോട് സംസാരിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യൂ എന്നുള്ള ഉദ്ദേശത്തിലാണ്. iPhone 17 ഞാൻ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും എൻ്റെ കയ്യിൽ ഇരുന്നിട്ടില്ല. അപ്പം അതൊരു വലിയ യൂസ് ചെയ്തിട്ടില്ലാത്ത ആളെന്നുള്ളത് ഇതിനൊരു യൂസർ റിവ്യൂ ആയിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ട. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരു 10-20 റിവ്യൂസിൽ കയറി ഇറങ്ങി കഴിയുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചിലപ്പോൾ സംഭവിക്കുക. എന്തുകൊണ്ട് iPhone 17ഉം വിവോ X300ഉം തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ പോലെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിവോ X300 എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ട്, അനൗൺസ്മെൻ്റ് ഇല്ലാതെ എന്നുള്ളതാണ്. അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഈ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഫീച്ചറിൻ്റെ പ്രത്യേകത. കാരണം ഞാനിപ്പോൾ മൂവി റിവ്യൂ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പല ആൾക്കാരും നമ്മളെ വിളിച്ച് പല കാര്യങ്ങൾ പറയും. ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുന്നവരുണ്ട്. ഒരു പ്രൊഡ്യൂസറുണ്ട് ജോബി എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റിലീസായപ്പോൾ അങ്ങനെ പറയരുതായിരുന്നില്ലേ, കാരണം ആ പ്രൊഡ്യൂസർ അങ്ങനെയായിരുന്നില്ല ഇങ്ങനെയായിരുന്നില്ലൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു. പക്ഷേ പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പോയിരുന്നു പറഞ്ഞത് ഞാൻ മാപ്പ് പറഞ്ഞു എന്നാണ്. ഞാൻ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല, അതെനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ മാറ്റിയും തിരിച്ചൊക്കെ പറഞ്ഞു എന്ന് വരും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പ്രൂഫ് ഉണ്ടാവുന്നത് നല്ലതാണ്. സോ കോൾ റെക്കോർഡിംഗ് എന്നെ സംബന്ധിച്ച് മസ്റ്റായിട്ടുള്ളൊരു ഫീച്ചറാണ്. iPhone 17 ഞാനിത് എടുത്തതിന് ശേഷം അനൗൺസ്മെൻറ്റ് ഇല്ലാതെ കോൾ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ആ ഫീച്ചറൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു മെയിൻ ഫാക്ടർ അതായിരുന്നു. അതല്ലെങ്കിൽ ഞാൻ iPhone 17 എടുക്കുള്ളൂ. iPhone 17 എന്തുകൊണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ കയ്യിൽ മാക്ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഐപാഡ് ഉണ്ട്. മേജർ കാര്യം, ഞാനൊരു വീഡിയോ പേഴ്സണാണ്. ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. വീഡിയോ മാൻ ഐഫോൺ കഴിഞ്ഞിട്ടേ ആൻഡ്രോയിഡിൽ ഏത് ഫോണും ഉള്ളൂ. അത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞാലും ഐഫോൺ കഴിഞ്ഞിട്ടേ ആൻഡ്രോയിഡ് ഉള്ളൂ വീഡിയോയിലേക്ക് വരുമ്പോൾ. ഫോട്ടോയിൽ ഐഫോൺ അങ്ങനെ വലിയൊരു രാജാവാണെന്നൊന്നും ഞാൻ പറയില്ല. പ്രത്യേകിച്ച് വിവോ X300 എടുക്കുന്നത് വരെ ഞാൻ വിചാരിച്ചു ഞാനൊരു വീഡിയോ പേഴ്സൺ ആണെന്നാണ്. പക്ഷേ ഇതിൻ്റെ ക്യാമറയുടെ പ്രത്യേകത, നിങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ ഫോട്ടോ എടുക്കും. തലയണ ചുളുങ്ങി കിടക്കുന്ന ഫോട്ടോ, അല്ലെങ്കിൽ ഈ ലൈറ്റിൻ്റെ ഗ്ലോബിൻ്റെ ഫോട്ടോ, ലാപ്ടോപ്പിൻ്റെ കീബോർഡിൻ്റെ ഫോട്ടോ, മൈക്കിൻ്റെ ഫോട്ടോ, വെറുതെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എന്നെ ഒരു ഫോട്ടോ പേഴ്സണാക്കി മാറ്റാൻ ഈ ക്യാമറയ്ക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ കിണ്ണം കാച്ചിയ ക്യാമറയാണ്. സെൽഫി ക്യാമറയും അടിപൊളിയാണ്. വീഡിയോസ് മോശമൊന്നുമല്ല. പക്ഷേ ഐഫോൺ ഇസ് ദ ബെസ്റ്റ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എൻ്റെ ഇതുവരെയുള്ള ഒരു പരിചയം വെച്ചിട്ട് അതങ്ങനെ തന്നെയാണ്. ഒരേ ബഡ്ജറ്റിൽ കറങ്ങി വരുന്ന ഈ രണ്ട് ഫോണുകളിൽ ഞാൻ ഐഫോണെ എടുക്കുമായിരുന്നുള്ളൂ. അതിനകത്ത് കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ടെങ്കിൽ, അതിൽ ഈ പറയുന്ന ബാറ്ററി സൈസ്, അതുപോലെ ഇതിൽ USB 3.1 3.2 എന്തോ ആണ് SSD ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ കണക്ട് ചെയ്ത് കോപ്പി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. iPhone 17
പ്രോയിൽ നമുക്ക് SSD കണക്ട് ചെയ്യാം, 17ൽ SSD കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഞാൻ ആ ഫോൺ വേണ്ടെന്ന് വെക്കില്ല. ബാക്കി എന്ത് ഫീച്ചറിൻ്റെ പുറത്താണെങ്കിലും അത്യാവശ്യത്തിനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാതെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യുക, മൈക്കിൻ്റെ ക്വാളിറ്റി ഗംഭീരമായിരിക്കുക, നമ്മൾ എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കിട്ടുക എന്ന് പറയുന്ന ഐഫോൺ. അതിൻ്റെ അപ്പുറം എനിക്ക് വേറെ ഓപ്ഷൻ ഫീൽ ചെയ്തിട്ടില്ല. സോ എന്നെ പോലെ ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് റിവ്യൂസൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നമുക്ക് iPhone 17 കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തിനാണ് ഒരു ഫോൺ? നിങ്ങളെ സംബന്ധിച്ച് ഒരു ഫോട്ടോ എടുക്കലാണ് നിങ്ങളുടെ മെയിൻ പരിപാടിയെങ്കിൽ നിങ്ങൾ iPhone എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ഇതാണെന്നേ ഞാൻ പറയുള്ളൂ. ജസ്റ്റ് സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ക്യാമറ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. ഇതിലെടുക്കുന്ന ഫോട്ടോ നിങ്ങൾ വേറെ ഒരു പ്രോസസ്സും ചെയ്യേണ്ട, നിങ്ങൾക്ക് ചുമ്മാ അപ്ലോഡ് ചെയ്യാം. അതിരി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഓപ്പോ Find X9 നിങ്ങൾക്കത് കിട്ടും, സാംസങ്ങിൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് കിട്ടും. പക്ഷെ ഒരു വീഡിയോ സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ദ ക്യാമറ എടുക്കുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കളർ ചെയ്യാൻ പാകത്തിന് ഡീറ്റെയിലിംഗ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം വരുമ്പോൾ അവിടെ ഐഫോൺ ആണ്. മറ്റൊരു ഘടകം പെർഫോമൻസ് ആണ്. ഞാൻ ഇതിൻ്റെ പെർഫോമൻസിൽ ഓക്കെയാണ്, ഭയങ്കര ഫാസ്റ്റ് പെർഫോമൻസ് ഒന്നുമല്ല. ഇതിനകത്തിരിക്കുന്ന പ്രോസസ്സർ ഒരു സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ റേഞ്ചിലേക്കൊന്നും അങ്ങനെ ഒരു ഹെവി പെർഫോമർ അല്ല. പിന്നെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും കുറച്ച് സെക്കൻഡ്സ് എടുക്കും. ഇപ്പോൾ ഒക്കെ വന്ന് 1 സെക്കൻഡ് 3 സെക്കൻഡിലേക്കൊക്കെ പോകുന്നുണ്ട്. ആദ്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാവുമായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കുന്നുണ്ട്, സ്റ്റോറേജ് ഫുള്ളാവുന്നതുകൊണ്ടായിരിക്കും. പെർഫോമൻസ് ഒരു ഘടകമാണെങ്കിൽ നിങ്ങൾ ചില പ്രത്യേക പ്രോസസ്സറുകളിലേക്ക് നോക്കിയേ പറ്റുള്ളൂ. പിന്നെ ബ്രാൻഡ്, നിങ്ങൾക്ക് ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ് വേണമെന്നാണെങ്കിൽ ഐഫോണേ ഉള്ളൂ ഓപ്ഷൻ. സാംസങ് ആണെങ്കിൽ സാംസങ് ഗാലക്സി സീരീസ് ആണ് കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം കൂടി തികഞ്ഞു വരുന്നൊരു വേർഷൻ എന്ന് പറയുന്നത്. ഇനി OS ആണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഘടകമെങ്കിൽ ആപ്പിളിൻ്റെ iOS യൂസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ബഗ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അവരതിന് പ്രോപ്പറായിട്ടൊരു അപ്ഡേറ്റ് തരും. അത് ആപ്പിളിൻ്റെ ഒരു ഗ്യാരണ്ടിയാണ്. അത് മാത്രമല്ല, നിങ്ങളൊരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 to 7 years നിങ്ങൾക്ക് OS അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് വരും. എൻ്റെ കയ്യിൽ 13 mini വരെ ഇരിപ്പുണ്ട്. എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഒരുവിധം ഫ്യൂച്ചർ പ്രൂഫാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് iOS റൺ ചെയ്യുമ്പോഴും 13 ഇതുവരെ എനിക്ക് ഹാങ് ആവുന്ന പോലെ തോന്നിയിട്ടില്ല. അതേസമയം നമ്മൾ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അപ്ഡേറ്റ്സ് വരുന്തോറും അതിൻ്റെ സൈസും അതിൻ്റെ പെർഫോമൻസും ആനിമേഷൻസും ഒക്കെ വരുമ്പോൾ വലിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. ഐഫോണിന് അങ്ങനെ ഒരു പ്രശ്നം എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഫീച്ചേഴ്സ്, നമ്മൾ വിചാരിക്കുന്ന വലിയ വലിയ ഫീച്ചേഴ്സ്, അതായത് പേരിൽ ഇപ്പോൾ 5 ക്യാമറ, 6 സ്പീക്കർ, 24 വരെ അത് അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ ചില മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ്സ് ആപ്പിളിനുണ്ടാവും. അതിൻ്റെ OS കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതായത് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള, ഒരു സാധാരണക്കാരന് പെട്ടെന്ന് യൂസബിൾ ആവുന്ന ഫീച്ചേഴ്സ് കൊണ്ടുവരുന്ന ഒരു OS. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴാണ് ഞാൻ iOSലേക്ക് അല്ലെങ്കിൽ ഐഫോണിലേക്ക് കൂടുതൽ എടുക്കുന്നത്. പിന്നെ വലിയൊരു ഘടകമുണ്ട്, അത് പൈസയാണ്. അത്രയും പൈസയൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഐഫോണൊക്കെ എടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ അത്യാവശ്യം പരിപാടികളൊക്കെ നടന്നു പോകാൻ, തരക്കേടില്ലാതെ ഫോട്ടോ എടുക്കാൻ, അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ നമ്മൾ ഐഫോൺ ലെവലിലേക്കോ അല്ലെങ്കിൽ വിവോ X300 ലെവലിലേക്കോ ഒക്കെ ഒത്തിരി വലിയ ബഡ്ജറ്റൊന്നും ഇടേണ്ട കാര്യമില്ല. അടിസ്ഥാനപരമായി നിങ്ങളുടെ നീഡ് എന്താണ് എന്നുള്ളതാണ് ഇതിൽ പരിഗണിക്കേണ്ടത്. പിന്നെ എല്ലാ തവണയും ഐഫോൺ ഇറങ്ങുമ്പോൾ ആളുകളുടെ ഒരു വലിയ കൺഫ്യൂഷനാണ്, ഐഫോൺ പ്രോ സീരീസിൽ വരുന്ന ഫോൺ എടുക്കണോ അതോ അതിന് തൊട്ട് മുമ്പുള്ള, ഇപ്പോൾ 17 വരുമ്പോൾ 17 പ്രോ സീരീസ് എടുക്കണോ അതോ സാധാ 17 എടുത്താൽ മതിയോ എന്നുള്ളത്. ഇത്തവണത്തെ 17 റിലീസായപ്പോൾ 16 വരെയുള്ള ഫോണുകളിൽ നമ്മൾ പ്രോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. എപ്പോഴും സാധാ ഫോണിനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതലായിരിക്കും പ്രോ ഫോണുകളിൽ. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പ്രോ ലെവൽ യൂസറിനാണ് അത് കൂടുതൽ ഉപകാരപ്പെടുക. എന്നിരുന്നാലും ഡിസ്പ്ലേ 60 Hz വരുന്നു എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണ ഫോൺ ഒരു 15 രൂപയ്ക്ക് മുകളിലേക്ക് വരുന്ന ഫോണിൽ വരെ 60 Hz എന്ന് പറയുന്നത് അവർ കളിയാക്കി ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് ആൻഡ്രോയിഡ് ഫോൺസിൽ അപ്ഡേറ്റ്സ് വരുന്നു. 10-bit ഡിസ്പ്ലേ അല്ലെങ്കിൽ HDR ഡോൾബി വിഷൻ ഒക്കെ വരുന്നു. പക്ഷേ ഐഫോണിൽ 120 Hz ഡിസ്പ്ലേ ഇത്രയും പ്രൈസിലുള്ള ഒരു ഫോണിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോ സീരീസ് എടുക്കണമായിരുന്നു. പക്ഷേ 17ലേക്ക് വരുമ്പോഴേക്കും ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ട്. 120 Hzൻ്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ അവർ 17ൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതിന് പ്രോ എടുക്കണമെന്നില്ല. മാത്രമല്ല കുറച്ചും കൂടി ബിഗർ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ പ്രോയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആപ്പിൾ പ്രോറസ് ഷൂട്ട് ചെയ്യുന്ന SSD ഡയറക്റ്റ് കുത്താൻ പറ്റുന്ന, പ്രോറസ് ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ, അതായത് വീഡിയോയിൽ പ്രോറസിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഭയങ്കര സൈസായിരിക്കും. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ GB ആവും. അപ്പോൾ അത്രയും വലിയ സൈസിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ SSD കണക്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ SSD കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രോ ഫീച്ചറാണ്. പിന്നെ ഒരു ടെലിഫോട്ടോ ക്യാമറ പ്രോയിൽ വരുന്നുണ്ട്. പിന്നെ 1-2 ഘടകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അപ്ഡേറ്റുകളൊക്കെ ഉണ്ടാവും. പ്രോസസ്സറിൽ A19ഉം A19 പ്രോയും ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരു സാധാരണ യൂസറെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ പ്രോ ലെവലിൽ ഒരു സിനിമ തന്നെ നമുക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന, സിനിമ ഷൂട്ട് ചെയ്യാനും ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിലും പറ്റും. പക്ഷേ അതൊരു ഹെവി ക്വാളിറ്റി, ഒരു സിനിമ ഫീലിൽ നമുക്കൊരു സിനിമ ഷൂട്ട് ചെയ്യണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്രോ മോഡലിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന, ഓൺ ദ ഗോ ഒരുപാട് പ്രോസസ്സൊക്കെ നിങ്ങളുടെ ഫോണിനെ കൊണ്ട്
കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട് എന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ ആവുമ്പോഴാണ് നമ്മളൊരു പ്രോ സീരീസിലേക്ക് പോകേണ്ടത്. പക്ഷേ ഒരു സാധാരണ യൂസറിന് ആവശ്യമായിട്ടുള്ള 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, അതായത് ഒരു ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്കതിൽ തരുന്നുണ്ട്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറാസ് വരുന്നുണ്ട്. ഇത്തവണത്തെ ഐഫോണിലെ എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് അട്രാക്ഷൻസിൽ പറയാം. ഇനി ഐഫോണിലേക്ക് വരുമ്പോൾ ഒരു വലിയ ചോദ്യം, നിങ്ങളൊരു ഗെയിമറാണോ? നിങ്ങളൊരു പ്രോ ഗെയിമർ പരിപാടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രോ ഗെയിമറാണ് നിങ്ങളെങ്കിൽ എടുക്കേണ്ട ഫോൺ എന്താണെന്നുള്ളതിന് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടാവും. അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ധാരണയുണ്ടാവും. നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതും 2 തരത്തിലുണ്ട് കേട്ടോ. ഈ എയുടെ ഇൻട്രൂഷൻസ് ഒന്നും വരാത്ത പ്രോപ്പർ എന്താണോ ഒറിജിനൽ അത് അതുപോലെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഫോട്ടോഗ്രാഫറുണ്ട്. എ വന്നാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഫോണിൻ്റെ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് ഗംഭീരമായിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ 2 പേരുടെയും നീഡിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത് 2 തരം ക്യാമറാസിനായിരിക്കും. ഇനി നിങ്ങളൊരു വീഡിയോഗ്രാഫർ ആണെങ്കിൽ വീഡിയോസ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളതാണ്. 8K എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആരാണ് 8K ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്? അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റംസ് കൊണ്ട് നടക്കുക. അത് ഉറപ്പായിട്ടും ഒരു പ്രോ ഗ്രേഡിൽ നിൽക്കുന്ന ആളായിരിക്കും. പ്രോ ഗ്രേഡിൽ നിൽക്കുന്ന ആൾ പ്രോ ഗിയർ തന്നെ തപ്പിയെടുത്തോളും. 8K ഒന്നും എന്നെ സംബന്ധിച്ച് ഫോണും കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ മെയിൻ പർപ്പസ് ഫോൺ എന്നുള്ള രീതിയിൽ വാങ്ങുന്ന ഒരാൾക്ക് ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങളൊരു എഡിറ്റർ, ഫിലിം മേക്കർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരാളാണെങ്കിൽ അപ്പോഴും 17 വെച്ച് ഫുൾഫിൽ ചെയ്യാവുന്ന നീഡുകളേ ഉള്ളൂ. അതേസമയം നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗാഡ്ജറ്റ് കൂടി, അതായത് നമ്മൾ സെയിൽസിലെ ആളുകളെക്കുറിച്ച്, മാർക്കറ്റിംഗ് ആളുകളെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത് അവരാദ്യം സെല്ല് ചെയ്യേണ്ടത് അവരെയാണ്. അവരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഭയങ്കര ഒരു സംഭവമായിട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വിശ്വാസ്യതയും അതുപോലെ ഇയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്നൊരു തോന്നലൊക്കെ ജനിപ്പിക്കാൻ പറ്റിയാൽ അവർക്ക് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും, അവരുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ്. അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കാണിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പ്രോ ഗിയറൊക്കെ വാങ്ങിക്കേണ്ടി വരും ആവശ്യമില്ലെങ്കിൽ പോലും. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രോ ടാസ്കുകളൊക്കെ വരുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റേണ്ട അങ്ങനെയുള്ള ഒരാളാണെങ്കിലും നമുക്കൊരു പ്രോ ഫോണിലേക്ക് പോകാം. പിന്നെ സെക്യൂരിറ്റി ഒരു വലിയ ഘടകമാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ സെക്യൂർ ആയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് വാർത്തകളൊക്കെ വന്നതാണ്. 100% സെക്യൂർ ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കൂട്ടത്തിൽ ഞാനും ഇപ്പോഴും വിശ്വസിക്കുന്നത് ആപ്പിളിൻ്റെ സെക്യൂരിറ്റി അത് അത്യാവശ്യം പവർഫുൾ ആണെന്ന് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്ക് ഒക്കെ ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴും അവർ തരുന്ന വാർണിങ്സും മറ്റു കാര്യങ്ങളും അതൊക്കെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ചാനലാണെന്ന് പറയുമ്പോഴും ഹാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. ചില മെയിൽ ഐഡികളൊക്കെ നമുക്ക് കാണുമ്പോഴേ അറിയാം, പറഞ്ഞു വരുമ്പോൾ ഒരു വലിയ ബ്രാൻഡിൻ്റെ പേര് വെച്ചിട്ട് കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും മെയിൽ വരുന്നുണ്ടാവുക. പക്ഷേ അവരുടെ ജിമെയിൽ ID വരുമ്പോഴേക്കും ടെമ്പററി മെയിൽ ഐഡികളാണ്. ഒരു ബ്രാൻഡ് ഒരിക്കലും അങ്ങനെ മെയിൽ അയക്കില്ല. അപ്പോൾ ടെമ്പററി മെയിൽ ഐഡികളിൽ നിന്ന് വരുന്ന അത്തരം ചില ഹാക്കിംഗ് ശ്രമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററോ അല്ലാതെ ഈ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെങ്കിൽ എപ്പോഴും ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ മെയിൽ ID @ കഴിഞ്ഞിട്ടുള്ള എന്താണെന്ന് നോക്കുക, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഇനി കടച്ചാടി റിവ്യൂകൾ മുഴുവൻ ഞാൻ മോശമായിട്ട് പറയല്ല കേട്ടോ, നല്ല അർത്ഥത്തിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് കിട്ടാവുന്ന എല്ലാ iPhone 17 റിവ്യൂസും കയറി ഇറങ്ങി നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള iPhone 17ൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഇത്തവണത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. അതായത് ഒരു സ്ക്വയർ ഷേപ്പിൽ ആണ് ക്യാമറ വരുന്നത്. 18 മെഗാപിക്സൽ, 12 മെഗാപിക്സലാണ് ഇതിനു മുമ്പ് വന്നുകൊണ്ടിരുന്നത്. 18 മെഗാപിക്സൽ ക്യാമറ വരുന്നു. അതും സെൻറ്റർ സ്റ്റേജ് ഉള്ള എന്ന് വെച്ചാൽ നമുക്ക് വെർട്ടിക്കലി പിടിച്ചുകൊണ്ട് തന്നെ ഹൊറിസോണ്ടലായിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് അത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വിഷൻ കുറച്ചും കൂടി വലുതാക്കും, ആ വ്യൂ കുറച്ചും കൂടി വൈഡാക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ സെൽഫീസ് എടുക്കാൻ പറ്റും, സെൽഫി വീഡിയോ എടുക്കാൻ പറ്റും. സാധാരണ സെൽഫി വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഫോണാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുക, എൻ്റെ കൈ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് കുറേ നേരം പോകുമ്പോൾ ഈ ചെറുവിരലിൽ ഒരുപാട് സ്ട്രെസ് വരികയൊക്കെ ചെയ്യും. അതേസമയം ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ വീഡിയോയിലേ കിട്ടുള്ളൂ. അതേസമയം iPhone 17 നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഹൊറിസോണ്ടൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ക്വാളിറ്റിയിൽ ലോസ് വരാതെ അതെന്നെ സംബന്ധിച്ചൊരു വലിയ അട്രാക്ഷനാണ്. ബാക്ക് ക്യാമറാസ് രണ്ടും അവർ 48 മെഗാപിക്സലായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഐഫോണിൻ്റെ ക്യാമറയിൽ എനിക്കിഷ്ടം, ഇപ്പോൾ ഇതിൽ കിട്ടുന്നത് ഭയങ്കര രസമുള്ളതുകൊണ്ട് എടുത്തുകൊണ്ടേ ഇരിക്കുന്നതാണെങ്കിൽ ഐഫോണിൽ എനിക്ക് കുറച്ചുകൂടി ക്ലോസ് ടു നാച്ചുറൽ കളേഴ്സ് അതുപോലെ ഡീറ്റെയിലിംഗ് ഒക്കെ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഉപയോഗിച്ചത് വെച്ചിട്ടാണ്, 17ൻ്റെ കാര്യമല്ല പറയുന്നത്. പക്ഷേ ഒരുവിധം എല്ലാ റിവ്യൂസിലും അത് യൂസ് ചെയ്യുന്ന എല്ലാവരും അതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ഞാൻ പൊതുവേ പ്രോസസ്സിംഗ് പരിപാടികൾ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിൽ ഫോട്ടോ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ ക്ലോസ് ടു റിയൽ അല്ലെങ്കിൽ ആ നാച്ചുറൽ കളർ എന്ന് പറയുന്ന ഒരു കാര്യം, ആ അട്രാക്ഷൻ ഇപ്പോഴും ഉണ്ട്. പിന്നെ 16 17ലേക്ക് വരുമ്പോൾ ഒരു മേജർ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നു എന്നുള്ളതാണ്. 4000 mAh താഴെയാണ് iPhone 17ൻ്റെ ബാറ്ററി വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു 1 hourലൊക്കെ ചാർജ് ചെയ്യാൻ ഇപ്പോൾ ഹെൽപ്ഫുൾ ആണ് എന്ന് പറയുന്ന ആ 40 വാട്ട് ഫാസ്റ്റ് ചാർജിങ് പരിപാടി അതൊരു വലിയ അപ്ഗ്രേഡാണ് ഐഫോണിനെ സംബന്ധിച്ച്. പക്ഷേ 4000 mAh താഴെയാണെന്ന് പറയുമ്പോഴും ഐഫോണിൻ്റെ ഒപ്റ്റിമൈസേഷൻ്റെ ക്വാളിറ്റി കൊണ്ട് 1 day ബാറ്ററി പുട്ട് പോലെ കിട്ടും. ഞാൻ iPhone 12 ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ആവശ്യമുള്ളൊരു ബാറ്ററി പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. 15+ യൂസ് ചെയ്തപ്പം
അതിങ്ങനെ കിടക്കുകയാണ് ഭാരം പോലെ. ഒരു ദിവസം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ചാർജിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. പക്ഷേ അതിൻ്റെ വലിപ്പ കൂടുതലുകൊണ്ട് കൊണ്ടുനടക്കാനുള്ള പാടുകൊണ്ടൊക്കെയാണ് ഞാനന്നത് ഒഴിവാക്കിയത്. പിന്നെ പെർഫോമൻസിൽ ഒരു ഡിപ്പ് വരാത്ത ഫോണായിട്ടാണ് എനിക്ക് എല്ലാ കാലത്തും ഐഫോണിൻ്റെ ഏതൊക്കെ മുൻ സീരീസ് വെച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അവർ പുതിയ അപ്ഗ്രേഡിലേക്ക് വരുമ്പോൾ അത് ഇത്രയും ഫീച്ചേഴ്സ് ഒരു ബേസിക് ഫോണിൽ കൊടുക്കുമ്പോൾ തന്നെ അത് അത്രയും നമുക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, സാംസങ്ങിന് എനിക്ക് അത്ര വിസിബിൾ ആയിരുന്നില്ല, എന്നാലും ഉണ്ട്. പക്ഷേ വിവോയിലേക്ക് വരുമ്പോൾ എനിക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ അത് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് വരുന്നൊരു ഡിലേ ഉണ്ട്. ആ ഡിലേ ചില സമയത്ത് നമ്മുടെ പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല സംഭവിക്കുന്നുണ്ടാവുക. കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തു, അത് വേറെ ഏതോ ഒരു വഴിക്ക് പോകുന്നു. ചില സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡാക്കി സൗണ്ട് ഇങ്ങനെ പൊക്കോട്ടിരിക്കും, പക്ഷേ വീഡിയോ കാണുന്നില്ല. നമുക്കിത് കണ്ടു കഴിഞ്ഞാലല്ലേ ജഡ്ജ് ചെയ്തിട്ട് ഇത് എങ്ങോട്ട് വെക്കണം, എങ്ങനെ വെക്കണം, ക്യാപ്ഷൻ എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഐഫോണിൽ ആ ഇഷ്യൂ എനിക്ക് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മറ്റ് ആപ്ലിക്കേഷൻസും എല്ലാം അമ്മാതിരി ഒപ്റ്റിമൈസ്ഡ് ആണ്. ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരൊറ്റ മോഡലിന് വേണ്ടി ഉണ്ടാക്കിയാൽ മതി. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോമ്പിനേഷൻസ് വരുന്നുണ്ട്, ഇത്രയും ബ്രാൻഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന ബ്രാൻഡിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഐഫോണിൻ്റെ ക്രിയേറ്റേഴ്സിന് അത് കുറച്ചും കൂടി, ആപ്പ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ച് അത് കുറച്ചും കൂടി എളുപ്പമാവുന്നതുകൊണ്ടായിരിക്കാം വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും. കൃത്യമായിട്ടുള്ള OS അപ്ഡേറ്റ്സ് വരും. ഈ പറയുന്നൊരു എക്കോ സിസ്റ്റത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ഒരു വലിയ അപ്ഗ്രേഡായിട്ട് എനിക്ക് തോന്നിയത് ബേസ് വേരിയൻറ്റിൽ 256 GB കൊടുത്തു എന്നുള്ളതാണ്. മുമ്പൊക്കെയാണെങ്കിൽ 128 GB കിട്ടുള്ളൂ. 128 GB ഒക്കെ അത് നമുക്ക് തികയില്ല, ഒരു ഉപകാരമില്ലാത്ത ഒന്നാണ്. മിനിമം 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേണ്ടതാണ്. പ്രത്യേകിച്ച് അവർ USB 2 കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതും ഞാൻ 256 വേരിയൻ്റ് ആണ് എടുത്തത്. പക്ഷേ എനിക്കിതിൻ്റെ അകത്ത് SSD കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റ് ഡിവൈസസ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മെമ്മറി സ്റ്റോറേജ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് SSDയിലേക്ക് കോപ്പി ചെയ്യാം. പക്ഷേ ഐഫോണിൽ 17 സംബന്ധിച്ച് അതിൻ്റെ അകത്ത് മെമ്മറി കൂടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എങ്ങോട്ടും കോപ്പി ചെയ്യാൻ പറ്റില്ല. അതൊന്നെങ്കിൽ എയർ ഡ്രോപ്പ് ചെയ്ത് സിസ്റ്റത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇപ്പോൾ ലോക്കൽ സെൻഡോ ആ ഒരു ആപ്പാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആപ്പിളും ആൻഡ്രോയിഡുമായിട്ട് ഭയങ്കര സിങ്കായിട്ട് വർക്ക് ചെയ്യുന്നൊരു ആപ്പാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം അതിനകത്തുള്ളത് മറ്റൊരു ഡിവൈസിലേക്ക് സെൻഡ് ചെയ്ത് അവിടുന്ന് SSDയിലേക്ക് കോപ്പി ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. പക്ഷേ 256 ഉണ്ട് എന്നുള്ളത് അതൊരു വലിയ അപ്ഗ്രേഡാണ്. വീണ്ടും പറയുന്നു, ഐഫോൺ യൂസറിനെ സംബന്ധിച്ച്. ആൻഡ് 17 ഞാൻ ഇത്രയും തവണ പറയുമ്പോഴും എന്തുകൊണ്ട് 17 പ്രോയിലേക്ക് നോക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അവർ തരുന്ന പ്രോറസ് ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഫീച്ചർ അത് അടിപൊളിയാണ്. പ്രോയിൽ വരുന്ന മറ്റ് ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രോസസ്സിംഗ് പവർ, USB വേരിയൻറ്റ്, അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐഫോൺ 17 ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. അതുകൊണ്ട് നമുക്ക് 17 പ്രോയിലേക്ക് എന്തിനു പോകണമെന്ന് തോന്നും. കാര്യം 17 പ്രോയിലേക്ക് പോകുമ്പോൾ 1.5 ലക്ഷത്തിലേക്കൊക്കെ നമ്മൾ എത്തുകയാണ്. അതിൻ്റെ പകുതി പൈസയ്ക്ക് നമുക്ക് ഇവിടെ ഇത്രയും നല്ലൊരു ഫോൺ കിട്ടുമല്ലേ. മാത്രമല്ല ഇനിയിപ്പോൾ സെയിലൊക്കെ വരുന്ന സമയത്ത് 79-82 ഉള്ളിൽ കിടന്ന് കറങ്ങുന്ന ആ പ്രൈസ് ഒരു 60 എത്തുകയാണെന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സൊക്കെ വെച്ചിട്ട് ഒരു 60 അടുത്ത സെയിലിൽ വരികയാണെന്നുണ്ടെങ്കിൽ 17 ഒരു ഗംഭീര ഫോണാണ്. ചൂടപ്പം പോലെ വിറ്റ് പോകാൻ പോകുന്ന, ആപ്പിളിലേക്ക് കടക്കുന്ന, ആപ്പിൾ എക്കോ സിസ്റ്റത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന, ഒരു ഗംഭീര വീഡിയോ ക്വാളിറ്റി കിട്ടുന്ന ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഐഫോൺ 17 ഒരു കിണ്ണം കാച്ചി ഫോണാണ്. പക്ഷേ ഇപ്പോഴത്തെ അതിൻ്റെ പ്രൈസ് വെച്ചിട്ട് എത്ര പേര്, ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് സെല്ലാവുന്നൊരു മോഡലാണ്. അപ്പോൾ പോലും അതിൻ്റെ ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ സംഭവം കയറി കൊളുത്തിക്കോളും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഞാനിതൊക്കെ പറഞ്ഞത് നിങ്ങൾ 17 എടുക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ആദ്യം നിങ്ങളുടെ യൂസ് കേസും നിങ്ങളതിൽ ബഡ്ജറ്റ് നോക്കുക, അതിന് പറ്റുന്നൊരു ഫോൺ വാങ്ങിക്കുക. പിന്നെ ഐഫോൺ 17 ഇത്രയും റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരാശ്വാസം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. ഐഫോണിലെ ആ ഇൻറ്റേർണൽ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? എനിക്ക് കിട്ടിയത് അതിനകത്തെ ഇൻറ്റേർണൽ ഒരു റെക്കോർഡിംഗ് ഫീച്ചർ വെച്ചിട്ട് ചെയ്യാനാണ്. നിങ്ങൾ ഐഫോൺ 17 യൂസർ ആണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. അത് ഞങ്ങൾക്ക് കൂടുതൽ പുറത്തുനിന്ന് നോക്കിയിട്ട്, അതായത് വാങ്ങിക്കാതെ റിവ്യൂ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ പോലുള്ള ആളുകൾക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഓർമ്മിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.